ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരത്തിൽ നിങ്ങളുടെ ഭാവിയിലെ രഹസ്യങ്ങൾ, സമ്പത്ത്, ഐശ്വര്യം ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഇംഗ്ലീഷിലുള്ള പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, അതിൽ ഭാവിയിലെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളതാണ്. സമ്പത്തിനെക്കുറിച്ച്, ഐശ്വര്യത്തെക്കുറിച്ച് ഒക്കെ ഏതായാലും ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം സാമാന്യമായ ഫലങ്ങളാണ് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ നേരത്തെയൊക്കെ പേര് സജസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോഴതിന് സമയമില്ല. വണ്ടികൾക്ക് പേര് സജസ്റ്റ് ചെയ്യുമായിരുന്നു, പിന്നെ ആളുകൾക്ക് കുട്ടികൾക്കൊക്കെ പേര് സജസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ സമയമില്ല, അതിന് ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. പക്ഷേ എങ്കിലും ഞാൻ പേര് സജസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ചില അക്ഷരങ്ങളിൽ പേര് ആരംഭിക്കുന്നത് ചില അക്ഷരങ്ങളിലാണെങ്കിൽ കൂടുതൽ നല്ലതെന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്തിരുന്നു. അതിൽ ചില അക്ഷരങ്ങൾ R, P, B, S, M, J, K, G ഇങ്ങനെ കുറേ ഉണ്ട്. ഞാൻ മുഴുവൻ പറയുന്നില്ല, ബാക്കിയെല്ലാം വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ കുറേ അക്ഷരങ്ങളിൽ ഇതിലേതെങ്കിലുമൊക്കെ അക്ഷരങ്ങളിൽ പേര് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആ വ്യക്തി കൂടുതൽ ഭാഗ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഞാനെല്ലാം A തൊട്ട് Z വരെയുള്ള എല്ലാ അക്ഷരങ്ങളിലും ഏതക്ഷരത്തിലാണ് നിങ്ങളുടെ പേര് ആരംഭിക്കുന്നത്, ഇംഗ്ലീഷിലുള്ള പേര്, അത് A തൊട്ട് Z വരെയുള്ള എല്ലാ അക്ഷരത്തിലും ആരംഭിക്കുന്നവരെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകാനുള്ള കാര്യങ്ങളും, ഭാവിയിലെ സാമ്പത്തികത്തിൻ്റെ ഒരു രഹസ്യങ്ങളും, ഐശ്വര്യങ്ങളും, സാമ്പത്തികപരമായ രീതിയിൽ നിങ്ങൾക്ക് ഏതെല്ലാം ഭാഗ്യങ്ങളും ഒക്കെ എന്തെല്ലാം ചെയ്താൽ വന്നു ചേരുമെന്നും നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകും എന്നുള്ള ആ ഒരു ചില ഈ അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്തവർക്ക് നല്ലതായിട്ട് സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എൻ്റെ അറിവിലുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് കാണുക, മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉപകാരം ചെയ്യും. സാമാന്യമായ കാര്യങ്ങളാണ്, ഫലങ്ങളാണ്, അങ്ങനെ മനസ്സിലാക്കുക, എങ്കിലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക്, കാരണം ഒരുപാട് മെസ്സേജ് വരുന്ന കാരണം എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ചെയ്യുന്ന രീതി ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതൊക്കെ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും കാര്യങ്ങളും, സ്വയം ചെല്ലാവുന്ന നല്ല പ്രാർത്ഥനകളും ഒക്കെ പറയാറുള്ളൂ. ഒരു വഴിപാട് ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്, നമ്മുടെ പ്രയത്നം കൂടെ വേണം. ഇതൊക്കെ കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യാല്ല, ചെയ്യാതിരിക്കാം. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യ നിറം, ശരനൂൽ രഹസ്യങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. നല്ല കാര്യങ്ങൾ ഒരാൾക്ക് ജീവിതത്തിൽ ഉയർച്ചയ്ക്കുള്ള അതാണ്. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അപ്പം വാട്സപ്പിൽ ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റുന്നില്ല, പറ്റുന്നവർക്ക്. എന്നിട്ട് എങ്ങനെ ചെയ്യുന്ന രീതി പറയും, കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യല്ലേ, ചെയ്യാതിരിക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. സാഹചര്യം പറഞ്ഞെന്നുള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം പറയുന്നത് എ എന്ന അക്ഷരത്തിൽ, നിങ്ങളുടെ ഇംഗ്ലീഷിലെ പേര് എ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുകയാണെങ്കിൽ അറിവ് സമ്പാദിക്കാനുള്ള ഒരു ആഗ്രഹം വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു താല്പര്യം ഈ കൂട്ടർക്ക് കൂടിയിരിക്കും എന്നുള്ളതാണ്. ഈ എ തൊട്ട് Z വരെ പറയുന്ന എല്ലാം സാമാന്യ ഫലങ്ങളാണ് കേട്ടോ, അങ്ങനെ മനസ്സിലാക്കുക. എങ്കിലും നിങ്ങൾക്കത് അറിഞ്ഞാൽ ഗുണമുണ്ടാകുന്ന നല്ല കാര്യങ്ങളാണ്. അപ്പോൾ എ എന്ന ലെറ്ററിൽ, എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് അറിവ് സമ്പാദിക്കാൻ വളരെ ഒരു താല്പര്യം കൂടുതലായിരിക്കും. അതോടൊപ്പം പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും. അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇപ്പോൾ ഒരു രാഷ്ട്രീയമായിക്കോട്ടെ, ഒരു സംഘടനയുടെ നേതൃത്വമായിക്കോട്ടെ, അത് ഏതിനാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി, ഓർഗനൈസിങ് പവർ ഇവർക്ക് കൂടുതലായിരിക്കും. അതുപോലെ പുതിയ കാര്യങ്ങൾ തുടങ്ങി വെക്കാനും ഒക്കെയുള്ളൊരു കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും. മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവും ഈ കൂട്ടർക്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വളരെ ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കുവാനും ഇവർക്ക് കഴിവ് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അതിൽ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പിന്നെ സാമ്പത്തികമായ ഒരു കൂടുതൽ വിജയങ്ങൾ, ഉയർച്ചകൾ മധ്യവയസ്സിന് ശേഷം കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഭാഗ്യം നൽകുന്ന നിറം വൈറ്റ്, യെല്ലോ ഈ നിറങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഭാഗ്യം, സമ്പത്ത്, ഐശ്വര്യ, ഉയർച്ചയൊക്കെ ഉണ്ടായി വരും എന്നുള്ളതാണ്.
ഇനിയും ബി എന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന പേരുള്ളവർ, ബി എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ ആരംഭിക്കുന്ന പേരുകളുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് അവർ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ വലിയ രീതിയിൽ ടെൻഷൻ അടിക്കുന്ന ഒരു പ്രകൃതം ചിലരിലെങ്കിലും കണ്ടുവരുന്നുണ്ട്. പിന്നെ അവർക്ക് കുറച്ച് ഓവർ തിങ്കിങ് ആയിട്ട് കൂടുതൽ ചിന്തിക്കുന്ന ഒരു പ്രകൃതവും പലരിലും കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇവർ വളരെ ക്രിയേറ്റീവായിട്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനും അങ്ങനെയുള്ള സ്കില്ലുള്ളവരാണ്. അതുപോലെ ഏതൊരു കാര്യത്തിനും വളരെ വൈകാരികത കൂടുതലായിരിക്കും ഇവർക്ക്. അതുപോലെ തന്നെ എഞ്ചിനീയറിങ്, അരിത്തമാറ്റിക്, ലോജിക്ക്, ഫിനാൻസ്, ലോ സംബന്ധമായ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് പ്രത്യേക കഴിവുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇവരിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് നല്ല ഒരു സുഹൃത്ത് ബന്ധങ്ങൾ ഒക്കെ നിലനിർത്താൻ കഴിവുള്ളവരാണ്. ഇവർ ക്രിയേറ്റീവായിട്ട് നല്ല എബിലിറ്റി ഉള്ളവർ തന്നെയാണ്, നല്ല സ്കില്ലുള്ള കഴിവുള്ളവർ തന്നെയാണ്. ഇവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവർ ഏതൊരു കാര്യത്തിലും ചെറിയ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. പിന്നെ ഇവർക്ക് സാമ്പത്തികം ഒരു 45 അല്ലെങ്കിൽ 49 അല്ലെങ്കിൽ 52 മേലൊക്കെ ആയിട്ട് കൂടുതൽ സാമ്പത്തികം, മധ്യവയസ്സിന് മേൽ കൂടുതൽ സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കേണ്ടതായിട്ട് പലർക്കും വരാറുണ്ട്. ചെറുപ്പത്തിൽ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം ചിലർ ഏറ്റെടുക്കേണ്ടതായി വരാറുണ്ട്. അപ്പോൾ ഇവർ വളരെ കഴിവുള്ളവരും ജീവിതത്തിൽ വളരെ പ്രായോഗിക ബുദ്ധിയുള്ളവരും അനുഭവ പരിചയമുള്ളവരുമായിട്ട് കാണപ്പെടുന്നു. സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും നല്ലൊരു നിലയിൽ വരാൻ ഒരു സാധ്യത ഉള്ളവർ തന്നെയാണ്. പിന്നെ എല്ലാത്തിലും നമ്മളുടെ പ്രയത്നം വേണം, നമ്മളുടെ ഭാഗ്യം തരുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇവർക്ക് പച്ച, നീല, വൈറ്റ്, വെള്ള ഈ നിറങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിയ ജീവിതത്തിൽ കൂടുതൽ ഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ്. സി എന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന പേരുള്ളവരെ കുറിച്ചാണ്. അവർ ക്രിയാത്മകമായ അതുപോലെ സർഗവാസനകൾ, ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള കഴിവുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഭാവന ഉപയോഗിച്ചുള്ള തൊഴിലുകൾ ഒക്കെ ഇവർക്ക് വളരെ നല്ലത് തന്നെയാണ്. ഇവർക്ക് സുഹൃത്തുക്കളെ സമ്പാദിക്കാനുള്ള കഴിവും വളരെ കൂടുതലാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് എപ്പോഴും ഒരു ഉയർച്ച താഴ്ചകൾ കൂടുതലായിട്ട് ഇവരെ ഉണ്ടാകാം. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ചിലപ്പം ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം, എങ്കിൽ പോലും ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ ഉണ്ടാകും. ഇവർക്ക് ബ്ലൂ, അതായത് ഡാർക്ക് ബ്ലൂ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഏതെങ്കിലും ഇവരുടെ ഒരു പോരായ്മ പല കാര്യങ്ങളുടെ പുറകെ പോകുന്നതുകൊണ്ടാണ് ഇവർക്ക് കൂടുതൽ ജീവിതത്തിൽ പ്രതിസന്ധി കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള സാമാന്യ ഫലങ്ങൾ. ഇനിയും ഡി എന്ന ഇംഗ്ലീഷ് ലെറ്ററിൽ തുടങ്ങുന്ന പേരുള്ളവരെ കുറിച്ചാണ്. ഉത്തരവാദിത്വം ശരിയായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവർ ചുമ്മാ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കത്തില്ല, പക്ഷേ ഏറ്റെടുത്ത ഭംഗിയായിട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്. അതുപോലെ പ്രായോഗിക ബുദ്ധി, പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കഴിവ്, സാമ്പത്തികമായി നല്ല തീരുമാനങ്ങൾ എടുക്കാനും അത് വിജയത്തിലെത്തിക്കാനും കഴിവുള്ളവർ തന്നെയാണ്. ഇവർക്ക് ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ വളരെ ഭാഗ്യം നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഈ നാഗദേവതകളുടെ അനുഗ്രഹവും ഇവരെ വളരെ വളരെ ഹൈലി റിച്ചാക്കാൻ നാഗദേവതകളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം കറക്റ്റ് രഹസ്യങ്ങളാണ് കേട്ടോ. പ്രയോജനപ്പെടുത്തുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. പിന്നെ എല്ലാത്തിലും നമ്മുടെ ഒരു എഫേർട്ടൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇനിയും ഇ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. ഇവർക്ക് വളരെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. ഏതൊരു കാര്യം ചെയ്താലും ഇവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ഇവരിൽ നിന്ന് കൂടുതൽ നല്ല ഒരു രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി കിട്ടും. ഒരു തൊഴിലായിക്കോട്ടെ, ഇവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുള്ളതാണ്. ഇവർക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സാമൂഹ്യമായ ഒരു കാര്യങ്ങൾ, വർക്കുകളൊക്കെ ചെയ്യാനും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും ഇവർക്ക് കഴിവുണ്ടായിരിക്കും. അതുപോലെ ഇവർ നല്ല ഇൻ്റലിജൻസ് ഉള്ളവർ തന്നെയായിട്ടും ഇൻ്റലിജൻസ് നല്ല രീതിയിൽ ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ഇവർക്ക് ട്രാവലിംഗ് സംബന്ധമായ കാര്യങ്ങൾ, ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ജേർണലിസം, ഇങ്ങനെ മീഡിയയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സമൂഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ വളരെ കഴിവ് നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഇവർ ഒരു കാര്യം സ്വന്തമായിട്ടൊക്കെ ചെയ്യാനും കഴിവുള്ളവർ തന്നെയാണ്, ഒരു സംശയം വേണ്ട. സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടാകാനും കഴിവുള്ളവർ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഇവരുടെ ഭാഗ്യനിറം യെല്ലോയും വൈറ്റും സ്കൈ ബ്ലൂവും ഇവർക്ക് പ്രയോജനപ്പെടുത്തിയത് വളരെ നല്ലതാണ് കേട്ടോ. ഇനിയും എഫ് എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവരെ കുറിച്ചാണ്. ഇവർക്ക് ഫാമിലിയോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ വർക്കിനോട് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന ഒരു പ്രകൃതവും ഇവരിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇവർക്ക്
ഈ ഇവരെ വർക്കിൽ തന്നെ ഇവരുടെ വർക്കിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ മറ്റുള്ള പല കാര്യങ്ങളുടെ പുറകെ പോകാതെ ഇവരുടെ ആ വർക്കിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ ഇവർക്ക് വളരെ സാമ്പത്തികം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇവരുടെ ഭാഗ്യ നിറമായിട്ട് ഡാർക്ക് ബ്ലൂ വളരെ നല്ലതാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇവരുടെ ഒരു ഉയർച്ചയ്ക്ക് അത് ഭാഗ്യം നൽകുന്ന ഒരു നിറമായിട്ട് കാണപ്പെടുന്നു. ഇനിയും ജി എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. ഇവർ വളരെ ആക്റ്റീവായിട്ട് വളരെ ഏതൊരു കാര്യവും വളരെ പ്രവർത്തിക്കാനും എൻതൂസിയാസം ഉത്സാഹവും ഒക്കെ ഉള്ളവർ തന്നെയാണ്. ഇവർ പുതിയ ഐഡിയാസ് ഇന്നോവേഷൻസ് പുതിയ മറ്റുള്ളവർ ചിന്തിക്കാത്ത ചില പ്രവർത്തന മേഖലകൾ മറ്റുള്ളവർ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ പുതിയ ഐഡിയാസ് ഇതൊക്കെ കൊണ്ടുവരാൻ കഴിവുള്ളവരാണ്. ഇവർ എനർജറ്റിക്കാണ്. പ്രൊഫഷണലായിട്ട് ഇവർക്ക് ഏറ്റെടുത്ത കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ പൂർത്തിയാക്കാൻ കഴിവുള്ളവരാണ്. സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയിൽ വരാൻ കഴിവുള്ളവർ തന്നെയാണ്. ഇവർക്ക് പച്ച അതുപോലെ മഞ്ഞ ഈ നിറങ്ങളൊക്കെ വളരെ ഭാഗ്യം നൽകുന്നതാണ്. മാത്രമല്ല ഇവർക്ക് ഈ യാത്രകൾ ഇടയ്ക്ക് നല്ല നല്ല യാത്രകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അത് ഇവരുടെ ഒരു കഴിവിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഒരാളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ ജീവിതത്തിൽ പുതിയൊരു ഉയർച്ച നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, അല്ലെ ഫോളോ ചെയ്യേണ്ടെന്നുള്ളൂ. ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ വീഡിയോയിൽ മുഴുവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും. ഇനിയും പറയാൻ പോകുന്നത് എച്ച് എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവരെ കുറിച്ചാണ്. അതായത് ഇവർക്ക് നയിക്കുവാനുള്ള കഴിവ് ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ ഉള്ളതായിട്ട് കാണപ്പെടുന്നു. മാത്രമല്ല ഒരു കാര്യം ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ സംഘടിപ്പിക്കാനുള്ള ഒരു കഴിവ് കൂടുതലുള്ളതായിട്ട് കാണുന്നു. സാമ്പത്തികമായിട്ട് എപ്പോഴും ഒരു വെല്ലുവിളികൾ ഇത്തരക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. എങ്കിലും സാമ്പത്തികമായിട്ട് കൂടുതൽ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആകാൻ യോഗമുള്ളവർ തന്നെയാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും കഴിവുള്ളവർ തന്നെയാണ്. ഇവർ ഒരു അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ കടന്നു വരാം എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് ഡാർക്ക് ബ്ലൂ വളരെ ഭാഗ്യം നൽകുന്നതാണ്. ഇനിയും ഐ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇവർക്ക് മറ്റുള്ളവരിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരാണ്. അതാണ് ഇവരുടെ പ്രത്യേകത. ഇവരുടെ ഭാഗ്യ നിറം യെല്ലോയും വൈറ്റും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ, പിന്നെ അതുപോലെ തന്നെ വളരെ ഒരു ലൈറ്റായിട്ടുള്ള റെഡും പ്രയോജനപ്പെടുത്തിയാൽ നല്ലതാണ്. ലൈറ്റ് ബ്ലൂവും പ്രയോജനപ്പെടുത്തിയാൽ നല്ലതാണ്. ഇവർക്ക് നല്ല ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഇവർക്ക് നല്ല സാമ്പത്തിക സ്ഥിതി കൈവരിക്കാൻ യോഗമുള്ളവർ തന്നെയാണ്. ഇവരുടെ കഴിവ് കാര്യങ്ങളെ ഭാഗ്യം തരുന്ന കാര്യങ്ങളെ ഒക്കെയാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കുക. ഇനിയും ജെ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഇവർക്ക് സഹജമായ നാച്ചുറലായിട്ടുള്ള അല്ലെ ഒരു ജന്മനാൽ സ്കിൽഡായിട്ടുള്ള ഒരാളുകൾ തന്നെയാണ്. ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവുകൾ ചിലപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും, ചിലപ്പോൾ റൈറ്റിംഗ് സ്കില്ലായിരിക്കും, ചിലപ്പോൾ സ്പീക്കിംഗ് സ്കില്ലായിരിക്കും, ചിലപ്പോൾ മ്യൂസിക് സംബന്ധമായ അല്ലെങ്കിൽ കലാപരമായ സ്കില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവായിരിക്കും. ഏതെങ്കിലും ഒരു സ്കില്ല് ഇവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം. പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കഴിവ് ഇത്തരക്കാർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇവർക്ക് വലിയ സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാകുമെങ്കിൽ പോലും ആ സാമ്പത്തിക ഉയർച്ച നിൽക്കുമ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് തകർച്ചകളും ഉണ്ടാകാൻ സാധ്യത ഉള്ളവരാണ്. നോട്ടിറ്റ് എന്ന് കരുതി എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഇത് ജസ്റ്റ് അക്ഷരത്തിൽ തുടങ്ങുന്ന ഈ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്ന ആ ഒരു കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, ഒരാളുടെ ജനിച്ച സമയം, അയാളുടെ ഗ്രഹസ്ഥിതി, കൈരേഖ ഇതൊക്കെ അനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരാം. ഈ വീഡിയോ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ അങ്ങനെ സാമാന്യ ഫലങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. ആ നിലയിൽ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ ജെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവർ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ വളരെ സാമ്പത്തിക ഉയർച്ച നിൽക്കുമ്പോൾ തന്നെ സാമ്പത്തികമായിട്ടൊരു ഡൗൺ ആകുന്ന സാഹചര്യം ചിലപ്പോഴുണ്ടാകാം. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഇവർക്ക് യാത്രകൾ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ മനസ്സ് എപ്പോഴും പതറാതെ നല്ലൊരു മെഡിറ്റേഷനെ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നതും വലിയ ഉയർച്ച നൽകും. അങ്ങനെയുള്ളവർക്ക് ഒരു പതനങ്ങളും ഉണ്ടാകാതെ എന്നും ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഇനി കെ എന്ന അക്ഷരത്തിൽ ഇംഗ്ലീഷ് അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ ഇവർക്ക് സമൂഹത്തോട് വളരെ പ്രതിബദ്ധത ഉള്ളവരാണ്. സമൂഹത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ വളരെ കഴിവുള്ളവരും
ആണ്. അങ്ങനെ ചെയ്യുന്നവരും അങ്ങനെ ഒരു കഴിവ് ഇവർക്കുണ്ട്. മറ്റുള്ളവരോട്, സഹജീവികളോട് സഹാനുഭൂതി ഇവർക്ക് ഉണ്ടാകാം. പിന്നെ ഏതൊരു കാര്യത്തിനും ഒരു സത്യത്തിൻ്റെ ഒരു ഭാഗം ഇവർ പലപ്പോഴും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് മറ്റുള്ളവരുടെ പ്രോബ്ലംസ് എന്ത് തന്നെയാണെങ്കിലും സോൾവ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുകൾ ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവർക്ക് സിസ്റ്റമാറ്റിക് ഗ്രോത്തിലൂടെ വളരെ വെൽത്ത് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു സുപ്രഭാതത്തിലോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ അല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അതായത് ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ വളരെ സാമ്പത്തിക നിലയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ ഭാഗ്യനിറം വെള്ള നല്ല രീതിയിൽ ഭാഗ്യം നൽകുന്നതാണ്. അതുപോലെ ലൈറ്റ് കളേഴ്സ്, അത് യെല്ലോ ആയാലും റെഡ് ആയാലും ബ്ലൂ ആയാലും ലൈറ്റ് കളേഴ്സ്, ഗ്രീൻ ആയാലും ലൈറ്റ് കളേഴ്സും വളരെ ഭാഗ്യം നൽകുന്നതാണ്. അപ്പോൾ അത് ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരുന്നതാണ്. ഇനിയും എല്ല് എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ചാണ്. അതായത് ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ആദ്യ അക്ഷരം എല്ലിൽ തുടങ്ങുന്ന, അങ്ങനെയാണ് ഇത് മുഴുവൻ പറയുന്നത്. അതായത് ഒരാളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം ഈ പറയുന്ന ലെറ്ററുകളാണെങ്കിലുള്ള ഫലമാണ് പറയുന്നത്. അങ്ങനെ ഈ വീഡിയോ മുഴുവൻ അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇനി എല്ല് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ചാണ്. അതായത് പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ചില പ്രതിസന്ധികൾ, അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ, ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇവരുടെ ജീവിതത്തിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആകാൻ ചിലപ്പോൾ കാലതാമസം കൊടുക്കുക, എങ്കിലും നല്ലൊരു സാമ്പത്തിക നിലയിൽ വരാൻ യോഗമുള്ളവരാണ്. ഇവർ ഏത് ഒരു കാര്യത്തിലാണേലും ഒരു തൊഴിലിലാണേലും അത് കൂടുതൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്ന തൊഴിൽ കൊണ്ട് വേണ്ട രീതി ഉയർച്ചയില്ലെങ്കിൽ നല്ല നിലയിലുള്ള ഒരു തൊഴിലിലേക്ക് അവസരത്തിനനുസരിച്ച് മാറാനും കൂടെ ശ്രമിക്കണം. കാരണം ഇവർക്ക് രണ്ട് കാര്യങ്ങളിലാണ് പാളിച്ച പറ്റുന്നത്. ഒന്ന്, ഇവർ ഒരു സ്ഥലത്ത് തന്നെ ഇവർ ജീവിതത്തിൽ കൂടുതൽ സമയം ഒരു തൊഴിലിൽ തന്നെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ തന്നെ നിന്ന് കഴിച്ചു കൂട്ടും. രണ്ട്, ഇവർ അവസരോചിതമായ പുതിയ ഒരു വരുമാനം കൂടുതലുള്ള ജോലിക്ക് ശ്രമിക്കാത്ത ഒരു സാഹചര്യം പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പോരായ്മ പരിഹരിച്ചാൽ നല്ല സാമ്പത്തികത്തിലേക്ക് വരും. പിന്നെ ഭാഗ്യം, ഇവർക്ക് ഭാഗ്യം നൽകുന്ന നിറങ്ങൾ ഡാർക്ക് ബ്ലൂ, വൈറ്റ്, യെല്ലോ, പിങ്ക്, ഈ കളറുകളൊക്കെ ഭാഗ്യം നൽകുന്നതാണ്. ഇനിയും എം എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ചാണ്. ഇവർ വളരെ കഴിവുള്ളവരാണ്. സർഗാത്മകമായ കഴിവുകൾ, കലാപരമായ കഴിവുകൾ, ക്രിയേറ്റിവിറ്റി, കലാരംഗം, പൊതുരംഗം, ഫിനാൻസ് ഫീൽഡുകൾ, ടെക്നിക്കൽ ഫീൽഡുകൾ ഒക്കെ ശോഭിക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ വരാൻ കഴിവുള്ളവരുമാണ്. കുടുംബത്തോട് അല്പം അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ടുള്ളവരാണ്. എങ്കിലും കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യത ഉള്ളവർ തന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവർ ഇപ്പോൾ ഒരു തൊഴിലായിക്കോട്ടെ, ഒരു പ്രസ്ഥാനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരൊരു സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിക്കോട്ടെ, ഒന്നിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുമ്പോൾ മറ്റ് കുടുംബജീവിതത്തിൽ ആ ശ്രദ്ധ ചിലപ്പം കുറയാം. അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല. അങ്ങനെ കുടുംബജീവിതം, തൊഴിലും നല്ല രീതിയിൽ, രണ്ടും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അപ്പോൾ ഇവരുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സാമ്പത്തികമായിട്ട് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ആ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് ഈ എം എന്ന ലെറ്ററിൽ, ഇംഗ്ലീഷ് ലെറ്ററിൽ പേര് തുടങ്ങുന്നവർ. സാമ്പത്തികമായി വളരെ ഉയർന്ന നില കൈവരിക്കാൻ യോഗമുള്ളവരാണ്. അതുപോലെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ പ്രവർത്തനങ്ങൾ, മറ്റാരും ചിന്തിക്കാത്ത ചില പ്രവർത്തന മേഖലകൾ, അല്ലെങ്കിൽ പുതിയ, ഇപ്പം തൊഴിൽ മേഖലയിലാണെങ്കിൽ പോലും വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ സ്കിൽഡാണ്. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം ഭാഗ്യം തരുന്ന ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ കൂടുതൽ ഭാഗ്യം നൽകും. രണ്ടും ഭാഗ്യം നൽകുന്നതാണ്. സർപ്പപ്രീതികരങ്ങളായ കാര്യങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റം നൽകും. സർപ്പക്ഷേത്രങ്ങൾ ദർശനം കാണുന്ന നല്ലതാണ്. നാഗരാജാവിന് വഴിപാട് ചെയ്യാൻ നല്ലതാണ്. നല്ല നല്ല യാത്രകൾ ഇവരുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ നൽകും. പിന്നെ ഈ അന്നദാനം, അതുപോലെയുള്ള ചാരിറ്റികൾ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. ഇനിയും എൻ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ചാണ്. ഇവർക്ക് ശരിയായ തീരുമാനങ്ങൾ, നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രത്യേക കഴിവുള്ളവരാണ്. ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ്. വളരെ സ്കിൽഡാണ്. സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊക്കെ കഴിവുള്ളവരാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാനും വളരെ കഴിവുള്ളവർ തന്നെയാണ്. പിന്നെ ഇവർക്ക് എപ്പോഴും മനസ്സിനൊരു ചഞ്ചലത ഉണ്ടാകാം. ഓവർ തിങ്കിങ് എന്നൊരു സ്വഭാവം, കൂടുതൽ ആവശ്യമില്ലാതെ ചിന്തിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇവർക്ക് ഭാഗ്യം നൽകുന്ന നിറം ലൈറ്റ് ബ്ലൂ തന്നെയാണ്. അത് കൂടുതലും ഭാഗ്യം നൽകുന്നതാണ്. അതോടൊപ്പം യെല്ലോ കളറും ഇവർക്ക് നല്ലതാണ്. ഇവർ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ജീവിതത്തിൽ വളരെ ഉയർച്ചകളുണ്ടാകും. ചാരിറ്റി പ്രവർത്തനങ്ങൾ നല്ലതാണ്. ഒരു ജീവിതത്തിൽ കൂടുതൽ വലിയ സാമ്പത്തികം ഉണ്ടാകാൻ യോഗമുള്ളവർ തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ
പരിഗണിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി പോയാൽ ജീവിതത്തിൽ വലിയ സാമ്പത്തികം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി O എന്ന ഇംഗ്ലീഷ് ലെറ്ററിൽ അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ചാണ്. ഇവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും വിശേഷ കഴിവുള്ളവരാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ O എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരാണെന്ന് ഒരാളാണെന്ന് വിചാരിച്ചു. അയാളെ ഇപ്പോൾ അയാളുടെ ഒരു കൂട്ടുകാരൻ ഒരു ജോലിക്ക് വിദേശത്ത് കൊണ്ടുപോയി. അയാൾക്ക് അന്നേ വരെ അറിയാത്തൊരു തൊഴിൽ, ഒരു ഡ്രൈവിങ് പഠിപ്പിക്കുന്നു വിചാരിക്കുക. എന്നിട്ട് ഇയാൾ സ്വന്തമായിട്ട് ലൈസൻസ് ഒക്കെ എടുത്താൽ അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിവുള്ള ആളാണ്. പുതിയതായിട്ട് കാര്യങ്ങൾ പഠിക്കാനും അത് ചെയ്ത് ധനം ഉണ്ടാക്കാനും കഴിവുള്ളവരാണ്. അന്നേ വരെ ചെയ്യാത്ത കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഭംഗിയായിട്ട് ചെയ്ത് അതിൽ നിന്ന് ധനം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഞാൻ ക്ലിയർ കട്ടായിട്ടാണ് പറയുന്നത്, പോയിൻ്റ് ഔട്ട് ചെയ്താണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷ കഴിവുള്ളവരാണ് ഇവർ. അത് കൂടുതലും ഇപ്പം ഞാൻ ഏത് കഴിവുള്ളവരാണെങ്കിലും ആ കഴിവ് പ്രയോജനപ്പെടുത്തുമ്പോഴും ഈശ്വരാധീനം ഉണ്ടാകുമ്പോഴും മാത്രമേ അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുള്ളൂ. അതായത് ഇത് കഴിവുള്ളവർക്കെല്ലാം അത് പ്രയോജനപ്പെടുന്നു എന്നല്ല ഞാൻ ഈ വീഡിയോ പറയുന്ന മുഴുവൻ ലെറ്ററുകളെക്കുറിച്ചും. ഇന്ന കഴിവുകളുണ്ട്, ഇന്ന സാധ്യതകളുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അത് അനുഭവത്തിൽ വരത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അത് അനുഭവത്തിൽ തീർച്ചയായിട്ടും വന്നിട്ടും ഉണ്ടാകും. അല്ലാത്തവർക്ക് അത് വരണമെന്നില്ല കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിച്ചുകൊള്ളുക. ഈ സാധ്യതകളും കഴിവുകളും അതിനുള്ള മാർഗങ്ങളും പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇനിയും ഇവരുടെ ഭാഗ്യനിറം വൈറ്റ്, ബ്ലൂ, ഈ നിറങ്ങൾ കൂടുതൽ ഭാഗ്യം നൽകുന്നതാണ്. വൈറ്റ് പ്രത്യേകിച്ച് വളരെ നല്ലതായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച നൽകുന്നു. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തികം എപ്പോഴും ഒരു സാമ്പത്തിക തീരുമാനങ്ങൾ ശ്രദ്ധിക്കണം. സമ്പാദിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ചെലവുകൾ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് പറ്റുന്നവർ തന്നെയാണ്. ഇനി P എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ, ഇവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പ്രത്യേക കഴിവുള്ളവരാണ്. ഫിനാൻസ് മേഖല, ടെക്നിക്കൽ മേഖല, സർവീസിംഗ് മേഖല, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇവർക്ക് കഴിവ് പ്രകടിപ്പിക്കാൻ, കഴിവ് നല്ല രീതിയിൽ പ്രയോഗിക്കാൻ കഴിവുള്ളവരാണ്. ഇവർക്ക് ഫാമിലിയോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളവരാണ്. അതുപോലെ തന്നെ ഇവരുടെ കഴിവ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കഴിവിന് ഇവർക്ക് കാശ്, ഇവരുടെ കഴിവ് കൊണ്ട് ഇവരുടെ കഴിവിന് പൈസ കിട്ടും. അങ്ങനെ കഴിവുള്ളവരാണ്. മനസ്സിലായത്? വളരെ സ്കിൽഡാണ്. അപ്പോൾ ഈ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നവരുടെ കാര്യമാണ് പറഞ്ഞാൽ. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. ഇവർക്ക് യാത്രകൾ ഇവരുടെ ജീവിതത്തിൽ വളരെ ഗുണം ചെയ്യും. നല്ല നല്ല യാത്രകൾ ഇവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരും. അതൊക്കെ നല്ലതാണ്. അതോടൊപ്പം ഇവരുടെ ഭാഗ്യം നൽകുന്നത് പച്ച, നീല, ഈ നിറങ്ങൾ വളരെ ഭാഗ്യം നൽകുന്നതാണ്. അതൊക്കെ ജീവിതത്തിലെ ആവശ്യം പോലെ ഉപയോഗിക്കുക. അത് വളരെ ഐശ്വര്യങ്ങളും ഉയർച്ചയും ഭാഗ്യാനുഭവങ്ങളും നൽകുന്നതാണ്. ഇനിയും പറയാൻ പോകുന്ന Q എന്ന അക്ഷരത്തിൽ പേരാരംഭിക്കുന്നവരെ കുറിച്ചാണ്. ഇവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ഉറച്ച അംബീഷൻ, സ്ട്രോങ് അംബീഷൻ, ഉറച്ച ആഗ്രഹങ്ങൾ, ഇവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ളവരാണ്. ഇവർ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ പലപ്പോഴും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇവർക്ക് ഡാർക്ക് ബ്ലൂ കൂടുതൽ ഭാഗ്യം നൽകുന്നതാണ്. ഡാർക്ക് ബ്ലൂ. ഇനി R എന്ന അക്ഷരത്തിൽ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ഭാഗ്യം വരുന്നവരാണ് ഈ R എന്ന ലെറ്ററിൽ പേരാരംഭിക്കുന്നവർ. അതുപോലെ കലാപരമായ കഴിവുകൾ, ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള കഴിവുകൾ, പിന്നെ ടെക്നിക്കലായിട്ടുള്ള കഴിവുകൾ, ഇങ്ങനെ പല പല ഒരു കഴിവുകളും നൽകുന്ന ഒരു ലെറ്റർ തന്നെയാണ് R. അതോടൊപ്പം തന്നെ പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ഉയർച്ചകളെ, അപ്രതീക്ഷിത ഭാഗ്യം, ഇതൊക്കെ ഉണ്ടാകുവാനും യോഗമുള്ളവരാണ്. പിന്നെ പെരുമാറ്റം, നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇവർക്ക് വളരെ വലിയ ഒരു രീതിയിൽ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. വളരെ കഴിവുള്ളവരാണ്. കലാപരമായി, ആർട്ടിസ്റ്റിക്കലായി, അതുപോലെ ടെക്നിക്കലായിട്ട്, അതുപോലെ സമൂഹവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, ഇതിനൊക്കെ വളരെ കഴിവുള്ളവരാണ്. ഇവരുടെ റെഡ് നിറം ഭാഗ്യം നൽകുന്നതാണ്. അതുപോലെ ഇവർക്ക് യെല്ലോ, ബ്ലൂ, ഈ നിറങ്ങളുമൊക്കെ ഭാഗ്യം നൽകുന്നതാണ്. ഇനിയും എസ് എന്ന ലെറ്ററിൽ പേരാരംഭിക്കുന്നവർ, ഇവർക്ക് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നല്ല കഴിവുള്ള ആളുകളാണ്. അത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഓർഗനൈസിങ് കപ്പാസിറ്റി, ഇതൊക്കെ ഉള്ളവരാണ്. അതുപോലെ ഇവർ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രത്യേക ഒരു നോളജ് നേടിയെടുക്കാൻ, ഒരു സ്കോളറാകാൻ, അല്ലെങ്കിൽ ഒരു സ്കിൽഡ് പേഴ്സൺ ആകാൻ ഒരു മേഖലയിൽ തന്നെ ശ്രദ്ധിച്ചാൽ സാധിക്കും. പല കാര്യങ്ങളുടെ പുറകെ പോയാൽ എപ്പോഴും ജീവിതത്തിൽ പരാജയമായിരിക്കും ഇവർ ഏതെങ്കിലും ഒരു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം.
അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിക്കണം, അതിൽ നിന്ന് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വളരെ സമ്പന്നരാകാനും കഴിവുള്ളവർ തന്നെയാണ്. ആളുകളോട് പെരുമാറാനും കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ ഒരാളുടെ മനസ്സറിഞ്ഞ് പെരുമാറാനുള്ള കഴിവ്, അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങളെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ, അതുപോലെ മറ്റുള്ളവരുടെ മനസ്സും സാഹചര്യം അറിഞ്ഞ് പെരുമാറാനുള്ള കഴിവ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉള്ളവരാണ്. ഇവർക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. ഒരു തൊഴിൽ തന്നെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്, മറ്റൊരാൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതുപോലെ പുതിയ തൊഴിൽ മേഖലകൾ, പുതിയ ഐഡിയാസ്, പുതിയ നോളജുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനും അതൊക്കെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും കഴിവുള്ളവരാണ് എസ് എന്ന ലെറ്ററിൽ ആരംഭിക്കുന്നവർ. ഇവരുടെ ഭാഗ്യ നിറം വെള്ള, നീല കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താം, അതുപോലെ മഞ്ഞയും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരാൾക്ക് പേര് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പേര് സജസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ലെറ്റർ എസ് ആയിരിക്കും. RS, PA, KA ഞാൻ കുറേ പറഞ്ഞല്ലോ, അതിലൊരു ലെറ്ററാണ് എസ്. എസ്സും ആറും ഒക്കെ അത് വളരെ ഒരു ഭാഗ്യം നൽകുന്ന ലെറ്റർ തന്നെയാണ്. ഞാൻ പലപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഈ പേരിൻ്റെ ആദ്യം അങ്ങനെ ഏതെങ്കിലും ലെറ്ററുകൾ ഉണ്ടാകുന്ന നല്ലതാണെന്ന് ഉള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ എസിനെ കുറിച്ച് ഓർത്തപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും ടി എന്ന ഇംഗ്ലീഷ് ലെറ്ററിൽ പേര് തുടങ്ങുന്നവർ, ഇവർക്ക് പ്ലാനിങ് സ്കിൽ, ഒരു കാര്യം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള മേഖലകളിൽ വളരെ സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഇവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ കുറച്ച് ജീവിതത്തിൽ സ്ട്രഗ്ലിംഗ് ഉണ്ടാകാം, പക്ഷെ പിന്നീട് മധ്യവയസ്സിന് ശേഷമോ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു എബോവ് 35 or 38 ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു സ്ഥാനം, സ്വന്തമായിട്ടൊരു നില, ജീവിതത്തിൽ സ്വന്തമായിട്ട് ഉയർച്ച, സ്വന്തമായിട്ടൊരു പൊസിഷൻ നേടിയെടുക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. ഇവർക്ക് നല്ല സാമ്പത്തിക നില കൈവരിക്കാനും യോഗമുള്ളവരാണ്. വെള്ള, മഞ്ഞ ഈ നിറങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനിയും U എന്ന ഇംഗ്ലീഷ് ലെറ്ററിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഇവർക്ക് ഹെൽപ്പിംഗ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു പ്രവണത കൂടുതലായിരിക്കും. ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടങ്ങളിൽ ചിലപ്പോൾ പ്രതിസന്ധി കൂടുതലായിട്ടിരിക്കുക. ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലും ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടം കഴിഞ്ഞുള്ള കാലഘട്ടങ്ങളിലും കൂടുതൽ ഉയർച്ച ഉണ്ടാകും, സമ്പത്തുണ്ടാകും. ഇവരെ സഹായിക്കാൻ എപ്പോഴും ആളുകൾ ഉണ്ടാകും. കാരണം ഇവർ വളരെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പ്രവണതയുള്ളവരാണ്. ഇവർക്ക് നല്ല രീതിയിലുള്ള സ്പിരിച്വലായിട്ടുള്ള ഈശ്വര വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ ഉയർച്ചകളിലേക്ക് എത്തും. ഇവരുടെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ എപ്പോഴും ഉണ്ടാകും. ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം വളരെ ഉള്ളവർ തന്നെയാണ്. വളരെ സാമ്പത്തികം ഉണ്ടാക്കാനും കഴിവുള്ളവരാണ്. ഇവർ ജീവിതത്തിൽ കുറേ സ്ട്രഗ്ലിങ്, ചിലർ ഒരു ചെറുപ്പകാലത്തായിരിക്കും, ചിലർക്ക് മധ്യവയസ്സിലായിരിക്കാം. ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് കുറേ സ്ട്രഗ്ലിങ് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ ഒന്നുകിൽ മധ്യവയസ്സ് തൊട്ട്, അല്ലെങ്കിൽ മധ്യവയസ്സിന് മേലെ, അല്ലെങ്കിൽ മധ്യവയസ്സോടുകൂടി, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു എബോവ് 40, 42, 45 ഇങ്ങനെയുള്ള വയസ്സോട് കൂടി ജീവിതത്തിൽ നല്ലൊരു ട്രെയിനിങ് ഉണ്ടാകാം. മറ്റുള്ള ജീവിതത്തിൽ മൊത്തം ടോട്ടൽ ചേഞ്ച് ഉണ്ടാകാം. സാമ്പത്തിക നിലകളെ ഒക്കെ പുതിയ മാറ്റങ്ങൾ ഇതൊക്കെ വരാൻ ഇതൊരു യോഗമുള്ളവർ തന്നെയാണ്. ഇവരുടെ ഭാഗ്യ നിറം ബ്ലൂ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. യെല്ലോ നല്ലതാണ്, കൂടുതലായിട്ട് ഭാഗ്യം ഉണ്ടാകാൻ നല്ലതാണ്. നല്ല സാമ്പത്തിക നിലയിലും മറ്റുള്ളവരുടെ സംരക്ഷണത്തിനും സഹായത്തിലും കഴിയാൻ യോഗമുള്ളവർ തന്നെയാണ്. ഇവരുടെ ജീവിതത്തിൽ എത്ര ഒരു താഴ്ചയിലേക്ക് പോലും പിന്നെ ഉയർന്നു വരാൻ കഴിവുള്ളവരാണ്. ഇവർ ഒരു നല്ല ഈശ്വരാനുഗ്രഹം ഉള്ളവർ തന്നെയാണ്. സാമ്പത്തിക നില നല്ല രീതിയിൽ ഉണ്ടാകാനും അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാനും യോഗമുള്ളവർ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം. നമ്മുടെ പ്രാർത്ഥന, പിന്നെ നമ്മുടെ പ്രവൃത്തി, ഇതൊക്കെ ആകുമ്പോൾ ഇതൊക്കെ നമുക്ക് അനുഭവത്തിൽ വരുന്നത് കേട്ടോ. അതുകൂടെ എപ്പോഴും ഓർത്തുകൊള്ളുക. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് ആ ഒരു സാധ്യതകളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാം കേട്ടോ. ഇനിയും V എന്ന ഇംഗ്ലീഷിൽ അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ചാണ്. അതായത് ജോലിയിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാക്കാൻ, ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന, കൂടുതൽ ജോലിയിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനും അത് മുഖേന ജോലിയിൽ കൂടുതൽ ഉയർച്ചകൾ ഉണ്ടാക്കാനും കഴിവുള്ളവരാണ്. കാരണം ഇവർ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾക്കുപരി ഇവർ പുതിയ കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ ജോലിയിൽ കൂടുതൽ മാറ്റങ്ങളും ഉയർച്ചകളൊക്കെ ഉണ്ടാകുകയും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പുതിയ രീതിയിൽ ജോലി മറ്റുള്ളവർ ചെയ്യുന്ന പഴയ രീതിയിലാണെങ്കിൽ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജോലി ചെയ്യാനും കഴിവുള്ളവർ തന്നെയാണ്.
ഇവരെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും അല്പം ചിലപ്പം പുറകോട്ട് മുന്നോട്ട് വന്നാൽ തന്നെ എങ്കിൽ പോലും ജീവിതത്തിൽ പിന്നീട് നല്ല ഉയർച്ചയിലേക്ക് വരികയും ചെയ്യാൻ കഴിവുള്ളവരാണ്. അതുപോലെ മറ്റുള്ളവർ പിന്മാറുന്ന ചില സാഹചര്യങ്ങളിൽ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഇവർക്ക് ജീവിതത്തിൽ നല്ല ഒരു സ്റ്റേബിളായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടാകാൻ യോഗമുള്ളവരാണ്. അപ്പം ഇവരുടെ ഭാഗ്യ നിറം ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഗ്രീൻ, ഈ നിറങ്ങളൊക്കെ ഭാഗ്യം നൽകുന്നതാണ്. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ആവശ്യം പോലെ പ്രയോജനപ്പെടുത്തുക. അവനവൻ്റെ പോരായ്മകൾ പരിഹരിച്ചു അത് ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കുക. ഗുണങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അതിനുവേണ്ടിയൊക്കെയാണ് ഈ പറയുന്നത്. ഗുണങ്ങൾ, ഇത്തരം സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തണം. അപ്പോഴേ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ കഴിവുണ്ടെന്ന് പറഞ്ഞ് ആർക്കും ഒരിക്കലും ഉയർച്ച ഉണ്ടാകണമെന്നില്ല. ആ കഴിവ് നമ്മൾ പ്രയോജനത്തെ കൊണ്ടുവരുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലാകും. അതാണ് ചെയ്യേണ്ടത്. അതിന് ഞാൻ ആ കഴിവുകളെക്കുറിച്ചാണ് പറയുന്നത്. അത് അനുഭവത്തിൽ കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അല്ലാതെ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കാര്യമില്ല. അത് നമ്മളത് അനുഭവത്തിൽ കൊണ്ടുവരണം. അപ്പോഴാണ് ജീവിതം. നമ്മളെ തിരിച്ചറിയണം. അപ്പോഴാണ് ജീവിതം മാറുന്നത്. തിരിച്ചറിയാൻ വേണ്ടി മാത്രമേ ഇത്രയും പറയുന്നത്. ദാറ്റ്സ് ഓൾ. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ജീവിതം മാറ്റാൻ പറ്റും. ഇനിയും W എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെക്കുറിച്ചാണ്. ഇംഗ്ലീഷ് അക്ഷരം Wൽ പേരാരംഭിക്കുന്നവരെക്കുറിച്ച്. ഇവർക്ക് പുതിയ ഇപ്പോൾ ഒരിടത്ത് ജോലി ചെയ്താൽ പോലും സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യാനും സ്വന്തമായിട്ട് തുടങ്ങാനും ഒക്കെ കഴിവുള്ളവരാണ്. അത് വിജയിപ്പിക്കാൻ കഴിവുള്ളവരാണ്. പുതിയ മാർഗങ്ങൾ, പുതിയ ഐഡിയാസ് ഒക്കെ ഇവർ ജീവിതത്തിൽ കൊണ്ടുവരാം. അതൊക്കെ പ്രാക്ടിക്കലായിട്ട് വിജയിപ്പിക്കാനും കഴിവുള്ളവരാണ്. സാമ്പത്തികമായിട്ട് എപ്പോഴും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ഫിനാൻഷ്യലായിട്ട് സ്റ്റേബിൾ ആകാൻ ചിലപ്പം കാലതാമസം ഉണ്ടാകാം. അതുകൊണ്ട് ഫിനാൻഷ്യൽമായിട്ട് ഏതൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് കൂടുതലായിട്ട് ഇവർ ഈ ചാരിറ്റി അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ കൃഷ്ണ വഴിപാടുകൾ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ തൻ്റെ കഴിവ് കൂടുതൽ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് കഴിവ് കൂടുതൽ വർദ്ധിപ്പിച്ച് സാമ്പത്തികം ഉണ്ടാക്കാൻ ശ്രമിക്കണം. സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടാതെ ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇവരുടെ ഭാഗ്യനിറം യെല്ലോയാണ്. ലൈറ്റ് യെല്ലോയും ലൈറ്റ് യെല്ലോയും സ്കൈ ബ്ലൂ ഇവർക്ക് നല്ലതാണ്. ഇനിയും എക്സ് എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ പേര് തുടങ്ങുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു പാഷൻ, ചിലർക്ക് യാത്രയായിരിക്കും, ചിലർക്ക് ഒരു ടെക്നിക്കലായിട്ടുള്ള കഴിവായിരിക്കും, ചിലർക്ക് ഒരു മറ്റു തരത്തിലുള്ള ഡിസൈനിങ് കഴിവായിരിക്കും. ഒരു പാഷൻ, ഇവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക കഴിവ് ഇവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും അതിൽ നിന്ന് ധനം ഉണ്ടാക്കാനും കഴിവുള്ളവരാണ്. ഒരു പാഷനായിട്ട് ഒരു കഴിവ് തന്നെ, ഇവരുടെ ആ ഒരു കഴിവ് തന്നെ അത് കൂടുതൽ പരിപോഷിപ്പിച്ച് ചിലപ്പോൾ ഒരു ഡിസൈനിങ് സ്കില്ലായിരിക്കും, ടെക്നിക്കൽ സ്കില്ലായിരിക്കും, ചിലപ്പോൾ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഏതെങ്കിലും ഒരു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി അല്ലെ സ്കില്ല് അല്ലെ എബിലിറ്റി ഉള്ളവരാണ്, കഴിവുള്ളവരാണ്. അപ്പോൾ അത് കഴിവുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അത് മനസ്സിലായെങ്കിൽ അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ കേട്ടോ. ഞാൻ ഒരു സാധ്യതകളും ആ കഴിവുകളും ആ കഴിവുകളുടെ പിന്നെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ജീവിതം മാറ്റാനും വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇനിയും ഇവരുടെ ഡാർക്ക് ബ്ലൂ, ഇവർക്ക് വളരെ കടും നീല വളരെ ഭാഗ്യം നൽകുന്നതാണ്. അതുപോലെ യെല്ലോ, വൈറ്റ്, ഗ്രീൻ ഈ കളറുകൾ ഭാഗ്യം നൽകുന്നതാണ്. ഇനിയും വൈ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ ഇവർക്ക് സർഗാത്മകമായ കഴിവുകൾ, കലാപരമായ കഴിവുകൾ, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഏതെങ്കിലും ഒരു മേഖലയിൽ ശ്രദ്ധിച്ച് അതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തി വലിയ സാമ്പത്തികത്തിൽ വരാൻ കഴിവുള്ളവരാണ്. ഇനി ഇവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇവർ ഏതൊരു കാര്യം തുടങ്ങി വെച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു കാര്യം തുടങ്ങി വെച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാം. അതാണ് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് ശ്രദ്ധിച്ചാൽ അവർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകാം. ഇവർക്ക് പച്ച, മഞ്ഞ ഈ നിറങ്ങൾ വളരെ ഭാഗ്യം നൽകുന്നതാണ്. ഇനി ലാസ്റ്റ് ഇസഡ് എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ വിൽ പവർ, ഒരു ഇച്ഛാശക്തി വളരെ കൂടുതലുള്ളവരാണ്. അതുപോലെ കോമ്പറ്റീഷൻസ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഉയർച്ച കൈവരിക്കാനും കഴിവുള്ളവരാണ്. അപ്പോൾ അത്തരം കഴിവുകൾ പ്രയോജനപ്പെടുത്തിയാൽ ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കഴിവുകളെ തിരിച്ചറിഞ്ഞത് പ്രയോജനപ്പെടുത്തിയാൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇവരുടെ
ഭാഗ്യനിറം കടും നീല നല്ലതാണ്. അതുപോലെ കടും പച്ച നല്ലതാണ്. അതുപോലെ കടും യെല്ലോ, അതായത് നല്ല ലൈറ്റ് യെല്ലോ അല്ല, നല്ല കടും യെല്ലോ, നല്ല യെല്ലോ കളർ, ഇതൊക്കെ ഭാഗ്യം നൽകുന്നതാണ്. ഇത്തരമാണ് സാമാന്യമായിട്ടുള്ള ഫലങ്ങൾ ഇത്രയും പറഞ്ഞത്. ഓരോരുത്തരുടെ കഴിവുകൾ, സാധ്യതകൾ അത് പ്രയോജനപ്പെടുത്തിയാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഭാഗ്യനിറങ്ങൾ, പിന്നെ ഓരോരുത്തരും ചെയ്യേണ്ട ചില പ്രത്യേക കാര്യങ്ങൾ, ഇത്രയുമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മനസ്സിലാക്കി, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളും ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളുമാണ് പറഞ്ഞത്. ആവശ്യമുള്ളവർ സ്വീകരിക്കുക, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.